ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ യൂഷ്വൽ കത്തി വെച്ച് നിങ്ങളെ ബോറടിപ്പിക്കാനുള്ള സമയമില്ല. പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ഇറങ്ങണം. ഇന്ന് നമ്മുടെ 20th വീക്ക് സ്കാനാണ് കേട്ടോ. അതായത് നാട്ടിൽ നമ്മൾ അനോമലി സ്കാൻ എന്നൊക്കെ പറയും. പ്രഗ്നൻസിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കാനിങ് ആണ്. ഇന്ന് ആ ഒരു സ്കാനിങ് ആണ് എനിക്ക്. ഇന്ന് മാർച്ച് 4-ാം തീയതി. ആ ഒരു സ്കാനിങ് കഴിയുന്നതിൻ്റെ ഒപ്പം ഇവിടെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടിയുടെ ജെൻഡറും കൂടെ അവർ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടുള്ളത്, വിഷ്ണു ബാത്റൂമിലാണ്, അതാണ് നമ്മൾ രണ്ടുപേരും കൂടെ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടുള്ളത് ജെൻഡർ അറിയാവുന്നതാണ്. അങ്ങനെ അറിയണ്ട എന്നൊട്ടും നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മിഡ് വൈഫിൻ്റെ ജെൻഡർ അറിയും. അപ്പോൾ ആകമത്തൊരു മിക്സ്ഡ് ഫീൽ എനിക്ക് എൻ്റെ പെണ്ണ് കാണലിന് ശേഷമൊക്കെ എക്സൈറ്റ്മെൻറ്റും ആങ്സൈറ്റിയും സന്തോഷവും എന്തൊക്കെയോ മിക്സ് ആയിട്ടുള്ളൊരു ഫീല് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കറക്റ്റ് എന്താണെന്ന്. ഞാനിപ്പോൾ ദീപചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എണീറ്റു. നമുക്ക് 9 മണിക്കാണ് സ്കാൻ. ഇവിടെ ഹോഫ് ഡോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ സ്കാൻ വരുന്നത്. അപ്പോൾ ഇപ്പം സമയം 8:17 8:40 നമുക്ക് റെഡിയായി ഇറങ്ങണം. അപ്പം എൻ്റെ യൂഷ്വൽ ഇൻട്രോ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഷട്ടപ്പട്ടേ നമുക്ക് ഇറങ്ങാം. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ടപ്പേന്ന് നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു yet another episode of തനി മലയാളീസ് പ്രഹസനം. ഈ എത്ര ഡ്രസ്സ് ഉണ്ടായാലും നമുക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല എന്നൊരു ശാപമില്ലേ? ആ ശാപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുന്നേ എനിക്ക് ആദ്യം ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, അപ്പോഴും എനിക്ക് ഡ്രസ്സില്ല. ഇപ്പോൾ ഡ്രസ്സ് ഉണ്ട്, അപ്പോഴും എനിക്ക് ഡ്രസ്സില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഡ്രസ്സ് എനിക്ക് കാണാനില്ല എവിടെയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഐറ്റം പെട്ടെന്ന് ഇറങ്ങട്ടെ. ഇന്ന് ഡ്രസ്സൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ്, ഓൺ ടൈം നമുക്ക് ഇറങ്ങണം. കുറച്ച് വയറ് വലുതായി തുടങ്ങിയപ്പോൾ ഞാൻ വാങ്ങിയൊരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. നല്ല അടിപൊളി ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് കുറച്ചിങ്ങനെ വയറ് ഷേപ്പിൽ കാണുന്ന രീതിയിലുള്ള ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ധൃതി പിടിച്ച് റെഡി ആയാലേ ഇതായിരിക്കും റൂമിൻ്റെ അവസ്ഥ. തൽക്കാലം റൂം ഇങ്ങനെ തന്നെ കിടക്കട്ടെ. വിഷ്ണു കാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് കുടിക്കട്ടെ കേട്ടോ. ഇതൊരു ആപ്പിൾ ബനാന സ്മൂത്തിയാണ്. വിഷ്ണു പോകേണ്ട അടിച്ചു വെച്ചായിരുന്നു. പെട്ടെന്ന് കുടിക്കട്ടെ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കാറിൽ കയറിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഒരു ഓട്ടപ്രദക്ഷിണമായി പോയി. വെയിലുണ്ട്, പക്ഷെ തണുപ്പുണ്ട്. എന്തായിരുന്നു രാവിലത്തെ ഓട്ടപ്രദക്ഷിണം. ഞാൻ വിചാരിച്ചു 7:30 എണീറ്റ് റെഡി ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ എവിടേക്കൊക്കെയോ കയ്യിൽ നിന്ന് പോയി. നമുക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമുണ്ട് നമ്മുടെ മിഡ് വൈഫിന്റെ അങ്ങോട്ട്. ഇപ്പൊ 8:51 എത്തുന്നുണ്ടായിരിക്കും ഇല്ലേ? 8:59 എത്തും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മളെത്തും. ഇവിടുത്തെ പൊതുവെ ഡച്ച് ആൾക്കാരെ ഭയങ്കര ഓൺ ടൈമാണ്, ഭയങ്കര പങ്ക്ച്വലാണ്. അപ്പോ നമ്മൾ കുറച്ച് ലേറ്റ് ആവുന്നതൊന്നും അവർക്ക് അത്ര താല്പര്യമുള്ള ഒരു കാര്യമല്ല. അത് ആരും താല്പര്യപ്പെടേണ്ട ഒരു കാര്യമല്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒക്കെ ഇങ്ങനെ സമയത്തോട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പഠിച്ചു തുടങ്ങിയത്. ഇപ്പൊ കുറെയൊക്കെ ബെറ്റർ ആണ്. അപ്പൊ അതല്ല ഇന്നത്തെ ടോപ്പിക്ക്. കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു രാവിലെ. ഓട്ടത്തിന്റെ ഇടയിൽ പറയാൻ പറ്റിയില്ല. ഇന്നാണ് നമ്മൾ ജെൻഡർ അറിയുന്നത്. വിഷ്ണു എന്താ ഫീൽ ചെയ്യുന്നത്? വിഷ്ണു എക്സൈറ്റഡ് ആണ്. അത്ര തോന്നുന്നില്ലല്ലോ മുഖം കണ്ടിട്ട് അങ്ങോട്ട് എക്സൈറ്റ്മെന്റ്. ഇവിടെ ഒത്തിരി ശബ്ദം കേൾക്കില്ല. ഇവിടെ ലേറ്റ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് അറിയാം. എക്സൈറ്റ്മെന്റ് ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. വിഷ്ണു ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞത് വിഷ്ണുവിന് ജെൻഡർ അറിയുന്നതിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. വിഷ്ണുവിന് ഇന്ന് കൊച്ചിനെ ഒന്ന് കാണുന്നതിലാണ് എക്സൈറ്റ്മെന്റ് കൂടുതൽ അല്ലേ? കുറെ കാലമായി. നമ്മൾ 13th വീക്കിലാണ് കണ്ടേ. ഇനി നമ്മളിപ്പോ കാണും. ഇനി 20th വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ മേജർ ആയിട്ടുള്ള സ്കാനിങ് ഒക്കെ തീർന്നു കേട്ടോ. ഇനി അങ്ങോട്ട് വലിയ സ്കാനിങ് ഒന്നുമില്ല. ഇനി പൊസിഷനും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സ്കാനിങ് ആണുള്ളൂ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്കാനിങ് വരുന്നത്. നമ്മൾ ഈ ഒരു ഡേറ്റ് കുറച്ച് മുന്നേ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. കാരണം നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണമായിരുന്നു മാർച്ചില്. അപ്പൊ ഈ ഒരു സ്കാനിങ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? അതുകൊണ്ട് ഈ ഒരു സ്കാനിങ്ങിന്റെ ഡേറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് അറിയുന്നതിനേക്കാളും കുറച്ച് നേരത്തെ നമ്മൾ ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു. ഇന്ന് വിഷ്ണു ഒരു 2 മണിക്കൂർ ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം 9 മണിക്ക് സ്കാനിങ് തുടങ്ങിയാൽ 10 മണി വരെയാണ് അവർ സ്കാനിങ് പറഞ്ഞത്. അതിനുശേഷം കുറച്ച് റുട്ടീൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്? ഗേൾ ഓർ ബോയ്? ബോയ്. ഇറ്റ് ഡസന്റ് മാറ്റർ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് വിഷ്ണുവിന് ബോയ് ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന്. വിഷ്ണുവിന് ശരിക്ക് നമ്മളിങ്ങനെ മുന്നേ ഒക്കെ സംസാരിക്കുമ്പോൾ പെങ്കൊച്ചുങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷെ പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻറ്റ്യൂഷൻ, ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞ് വിഷ്ണുവിന് ഇപ്പോൾ ഒരു ഭയങ്കര ബോയ് ഫീൽ ആണല്ലേ? നമ്മൾ പോട്ടെ. അങ്ങനെ നമ്മൾ എത്തി. നല്ല വെയിൽ നിങ്ങൾക്ക് തോന്നും, പക്ഷെ പുറത്ത് 0 ഡിഗ്രി ആണ് കേട്ടോ. അതെ, 0 ഡിഗ്രി.
അപ്പോൾ പൊതുവെ മിഡ്വൈഫ് ഇങ്ങനെ എനിക്ക് അറിയണ്ടായില്ല. ഞാൻ എപ്പോഴും വിചാരിച്ചത് അവർക്കൊരു ക്ലിനിക്ക് ഉണ്ടായിരിക്കും, അവിടെ പോയിട്ടാണ് നമ്മൾ നമ്മുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവരൊരു ടീമായിരിക്കും കേട്ടോ. 5-6 ആൾക്കാരുണ്ടായിരിക്കും. ഒരേ ആളിനെ നമ്മൾ നോക്കണം എന്നില്ല. എപ്പോഴും വേറെ വേറെ അവരുടെ ഒരു ടീമിലെ വേറെ വേറെ ആൾക്കാരായിരിക്കും നോക്കുക. നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ അവരുടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ ഓരോരോ ക്ലിനിക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ മിഡ്വൈഫിന് ഈ ഒരു ഹോഫ്ദോർപ്പ് ന്യൂവനപ്പ് ഏരിയയിൽ ഒരു 5-6 ക്ലിനിക്കിൽ അവരുണ്ട്. അപ്പോൾ ഓരോ തവണയും ഓരോ സ്ഥലത്തായിരിക്കും ചെക്കപ്പ്. കൂടുതൽ ഞാൻ കഥ പറഞ്ഞിരുന്നത് ഞങ്ങൾ തെറ്റിപ്പിരിയും. ഇഷ്ടത്തോടെ വെയിറ്റ് ചെയ്യണം ഞാൻ അറിഞ്ഞിട്ട്. നമ്മൾ കറക്റ്റ് ഓൺ ടൈമാണ് കേട്ടോ. 9 മണി. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റിംഗ് റൂമിന് ഡച്ചിൽ എന്താ വിഷ്ണു പറയാ, വാഹ്ത് കമറിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിതുവരെ വിളിച്ചിട്ടില്ല, വിളിക്കുമായിരിക്കും. അങ്ങനെ നമ്മുടെ നമ്പറായി കേട്ടോ. നമ്മൾ വിളിച്ചു. എനിക്ക് എന്തൊക്കെയോ ഒരു മിക്സ്ഡ് ഇമോഷൻ. ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു ഇത്. ഇതിൽ കുട്ടിയുടെ എല്ലാ ഓർഗൻ ഫങ്ഷനിങ്ങും അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു റൗണ്ട് സ്കാനിങ് കഴിഞ്ഞു. ഇനി എപ്പോഴും എനിക്ക് 2 സെറ്റായിട്ടാണ് സ്കാനിങ് ഉണ്ടാവാറ് കേട്ടോ. ആദ്യം ബ്ലാഡർ ഫുള്ളാക്കിയിട്ട് വന്ന് നമ്മുടെ വയറിൻ്റെ മുകളിൽ കൂടെ ചെയ്യുന്ന സ്കാനിങ് ഇല്ലേ, അതിനുശേഷം പിന്നെ ബ്ലാഡർ എംറ്റി ആക്കി വന്നിട്ട് മറ്റേ വെജൈനയിൽ കൂടെ ഉള്ളിൽ കൂടെ ചെയ്യുന്ന സ്കാനിങ് ഇല്ലേ, അങ്ങനെ 2 സെറ്റായിട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഇത്തവണ ഇനി 2ാമത്തെ സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് പോട്ടെ. സ്കാനിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തല ഒരു സൈഡിലായിരുന്നു. പക്ഷെ 2ാമത്തെ റൗണ്ട് സ്കാനിങ് ഒക്കെ ആയപ്പോക്ക് തല തിരിഞ്ഞ് മറ്റേ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ സഹകരണ മനോഭാവമൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഹെൽത്ത് ചെക്കപ്പും കഴിഞ്ഞ് ജെൻഡർ നോക്കുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ ജെൻഡർ അറിയണ്ടെന്നുള്ളൊരു ഐഡിയ പറഞ്ഞത് കാരണം നമ്മളോട് സ്ക്രീനിൽ നിന്ന് ദൂരെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മറ്റേ പൊട്ടനായിരുന്നു ഞാൻ പാട്ട് വേണമെങ്കിൽ ഇടാം. കാരണം പുള്ളി കാലനക്കിയില്ല, അതുകൊണ്ട് പുള്ളിയുടെ ജെൻഡർ അറിഞ്ഞില്ല. വാട്ട് മാൻ, കോപ്പറേറ്റീവ് ആയിക്കോട്ടെ കുറച്ചും കൂടെ. വിഷ്ണുവിൻ്റെ ഒരു ഹാഫ് ഡേ പ്ലാനിങ് ആണ് കുട്ടി കാലം നനക്കാത്തത് കാരണം മാറിപ്പോയത്. അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് വിഷ്ണുവിന്. ചെക്കപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ബിപിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞു. ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഇറങ്ങി. കാണുന്നതിനേക്കാളും തണുപ്പുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ 3 പേരുടെ പ്ലാനിങ് ആണ് നമ്മുടെ കുട്ടി ഒന്ന് മാറ്റി വെച്ചത്. ഒന്ന്, എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതനുസരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഒന്ന് ഹാഫ് ഡേ ലീവ് പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജെൻഡർ അറിയുന്നു, അതിനുശേഷം നേരെ എൻവലപ്പായിട്ട്, അതായത് ഞാൻ എന്തിനാണ് വിഷ്ണുവിൻ്റെ ബാക്ക് കാണിച്ച് പറയുന്നത്, എൻ്റെ മുഖം കാണിച്ച് പറഞ്ഞൂടെ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജെൻഡർ അറിയുന്നു, ജെൻഡർ നമ്മളോട് നേരിട്ട് പറയുന്നില്ല, നമ്മളൊരു എൻവലപ്പിൽ എഴുതി വാങ്ങിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതായിട്ട് ദീപ ചേച്ചിനെ കാണാൻ വേണ്ടി പോകുന്നു. ദീപ ചേച്ചി വർക്ക് ചെയ്യുന്നത് ഇവിടെ ഏകദേശം ഒരു 20 മിനിറ്റ് ദൂരെയുള്ള സ്ഥലത്താണ്. അവിടെ പോയി നമ്മൾ ദീപ ചേച്ചിക്ക് കൊടുക്കുന്നു. വിഷ്ണു ഹാഫ് ഡേ ലീവ് എടുക്കുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. നമ്മൾ ഈ ഞായറാഴ്ച ജെൻഡർ റിവ്യൂവിൽ വെക്കുന്നു എന്നൊക്കെയാണ് പ്ലാൻ. പക്ഷെ എന്ത് നോക്കിക്കഴിഞ്ഞാലും പുള്ളിക്കാരി കാലനക്കില്ല, എന്നാലല്ലേ ജെൻഡർ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് അത്ര ഷുവറല്ല. നാളെ നമുക്കൊരു അപ്പോയിൻമെൻറ്റും കൂടെ വെക്കാമെന്ന് പറഞ്ഞു. നാളെ 1:30 അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അപ്പം ഞാനിനി ദീപ ചേച്ചിനെ വിളിച്ച് പറയട്ടെ നമ്മളിന്ന് വരുന്നില്ല എന്നുള്ളത്. ഒപ്പം വിഷ്ണു ഹാഫ് ഡേ ലീവ് പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ 10:05 ആയപ്പോൾ ഇവിടുന്ന് ഫ്രീ ആയി. അപ്പോൾ ഇതൊരു തുടക്കമാണ് തോന്നണു. നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ല, എവറിത്തിങ് ഗോസ് എങ്ങനെയാണ് കുട്ടി പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ വീട്ടിൽ പോവാം. കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിഡ്വൈഫിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടിയും അതിൻ്റെ ഒപ്പം എന്നെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ നല്ലോണം എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരി. ദീപാജി മമ്മി ഫോൺ എടുത്തില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോട്ടെ. എന്നിട്ട് വിളിച്ച് ദീപേച്ചി കൊണ്ട് കാര്യം പറയണം. നമ്മൾ ഇനീഷ്യലി സ്കാനിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര മൂവ്മെന്റ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ പറയായിരുന്നു എനിക്ക് 20th വീക്കായിട്ട് ഇത്രയും മൂവ്മെന്റ് നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ആകെ ഒരു തവണ എന്തോ ഒരു ബബിൾസ് പോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നു. അത് ഇതായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് ഗ്യാസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലാതെ എനിക്ക് ഒരു ഫീലിംഗും വന്നിട്ടില്ല. അപ്പൊ ഇവര് പറഞ്ഞു നോർമലാണ്, 24ാമത്തെ വീക്ക് വരെയൊക്കെ വെയിറ്റ് ചെയ്യാം, അതിന്റെ ഇടയിലാണ് ചിലവർക്ക് വരുള്ളൂ. സെക്കൻഡ് ഡെലിവറി ആണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ നമുക്ക് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനീഷ്യലി നമ്മൾ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര മൂവ്മെന്റ്സ് ആയിരുന്നേ. തിരിഞ്ഞ് തല ഈ സൈഡിലൊക്കെ എത്തി. പക്ഷെ ഈ ഒരു സ്കാനിങ്ങില് നമുക്കാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളത് ജെൻഡർ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ മിഡ്വൈഫ് പറഞ്ഞു അവരുടെ ലാസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് അവർക്ക് അങ്ങനെ മെയിൻ സാധനമല്ല ജെൻഡർ. കാരണം
കുട്ടി ഹെൽത്തി ആണോ, കുട്ടിയുടെ ഹാർട്ടും ബ്രെയിനും കിഡ്നിയും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം ആണ് അവര് നോക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനുശേഷം നമ്മൾ നോക്കി തുടങ്ങിയപ്പോക്ക് പുള്ളി ഭയങ്കര സ്റ്റബേണായി, എന്ത് വന്നാലും അനങ്ങില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. വിഷ്ണു അതിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണല്ലേ? എന്താണ് ഡിസപ്പോയിന്റ്മെന്റ്? മൊത്തം പ്ലാൻ മാറ്റേണ്ടി വന്നു, അതിന്റെ ഡിസപ്പോയിന്റ്മെന്റ്. വിഷ്ണു ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ട് മാനേജറുടെ അടുത്ത് ലീവൊക്കെ പറഞ്ഞ് ദീപേച്ചിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നാളെ വന്ന് നോക്കി നോക്കാം. 2 കാര്യം അവർക്ക് ചെക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ജെൻഡറും പിന്നെ ഒന്ന് വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 2 വേണ്ടി നാളെ നമുക്ക് ഉച്ചയ്ക്ക് 1:30 അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇനി ഞാനിന്ന് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ബാക്കി ഈ ഒരു വ്ളോഗ് നാളെ കണ്ടിന്യൂ ചെയ്യാം. നാളെ പുള്ളി അനങ്ങുമായിരിക്കും നമുക്ക് വിചാരിക്കാം. ഇല്ലാടാ, അതിൽ പരിപാടിയിൽ ചെറിയൊരു ഭേദഗതി വന്നു. എന്താണ് ജെൻഡർ ഇന്ന് കൺഫേം ആയിട്ട് അറിയാൻ പറ്റിയില്ല. പുള്ളിക്കാരി ലാസ്റ്റത്തെ സമയത്ത് കാലധികം അനക്കില്ല. അവര് സ്കാനിങ് തുടങ്ങിയപ്പോ ഭയങ്കരമായിട്ട് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവര് പക്ഷെ ബാക്കിയുള്ള ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളാണ് കൂടുതൽ ചെക്ക് ചെയ്തത്, ഹാർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തിലും അത് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോഴേക്കും പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഹൂംസോ എവർ അവര് കാല അനക്കാതെ കാലങ്ങോട്ട് അടക്കി പിടിച്ചപ്പോ അല്ല അവര് കണ്ടിട്ട് അവര് പറഞ്ഞു, അല്ല അവര് ചെക്ക് ചെയ്തിട്ട് അവര് പറഞ്ഞു നമ്മളോട് തല അങ്ങോട്ട് നോക്കിയിട്ട് സ്ക്രീനിൽ നിന്ന് മാക്കാൻ പറഞ്ഞു. അവര് കണ്ടിട്ട് പറഞ്ഞു ഐ തിങ്ക് ഐ നോ ഇറ്റ്, ബട്ട് അവർക്ക് 100% കൺഫേം അല്ല എന്ന്. കണ്ടോണ്ടിരുന്നാ മതിയോ? പോണ്ടേ? 1:20 1:30 നമുക്ക് അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഇന്നലെ തോൽവി സംബന്ധിച്ച സ്ഥലത്തുനിന്ന് നമ്മൾ വീണ്ടും തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ സ്കാനിങ്ങിൽ സക്സീഡ് ചെയ്യുമായിരിക്കും അല്ലേ? ഇന്ന് ദീപ ചേച്ചി വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കാനിങ് അറിയുന്നു, എൻവലപ്പിൽ നമ്മൾ ജെൻഡർ എഴുതി വാങ്ങിക്കുന്നു, അതായിട്ട് നമ്മൾ നേരെ ദീപ ചേച്ചി അടുത്തോട്ട് പോകുന്നതാണ് പ്ലാൻ. എല്ലാം പുള്ളി സഹകരിച്ചാൽ അറിയില്ല, നോക്കി നോക്കാം. കൃത്യം 1:30 നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. 2nd ഫ്ലോറിലാണ് നമ്മുടെ മിഡ് വൈഫ്. പോടാം. ഇത് തന്നെ കേട്ടോ നമ്മുടെ ജീപ്പിയുടെ സ്ഥലവും. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ ന്യൂവന ഭാഗത്ത് മിഡ് വൈഫ് വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു 5-6 ആൾക്കാരുള്ളൊരു ടീമാണ് ഇവരുടേന്ന്. നമ്മൾ ഈ ഒരു 20th വീക്ക് സ്കാനിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ജെൻഡർ അറിയുക എന്നുള്ളത്. അതിനു മുന്നേ എല്ലാ ഓർഗൻസിൻ്റെ ഫംഗ്ഷനിങ്ങും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചെക്കപ്പുമാണ് ഇവർ നല്ല സമയമെടുത്ത് ചെയ്യുക. ഇന്നലെ നമ്മുടെ സ്കാനിങ്ങിൻ്റെ അവസാന ഭാഗമാകുമ്പോഴേക്ക് കുട്ടിയുടെ സഹകരണ മനോഭാവം കുറച്ച് കുറഞ്ഞതുകൊണ്ട് 1-2 ഓർഗൻസിൻ്റെ ചില ഫംഗ്ഷനിങ് നമുക്ക് നോക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതാണ് ആദ്യം നോക്കിയത്. അതിനുശേഷം ജെൻഡർ അവരറിഞ്ഞു. ഇന്ന് നല്ല സഹകരണ മനോഭാവത്തിലായിരുന്നു. ഇന്നലെ 1-2 കാര്യം ചെക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്തു. ആൻഡ് നമ്മൾ അറിഞ്ഞില്ല, പക്ഷേ സിസിലിയ ജെൻഡർ അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമ്മളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻവലപ്പിൽ എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ? നല്ല അടിപൊളി ഫോട്ടോസ് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ വേണ്ടി കള്ളച്ചിരി ഇന്ന് നമ്മൾ നോക്കിയപ്പോഴേ വിരലൊക്കെ കുടിച്ച് കിടക്കുക അല്ലേ? കുറച്ചും കൂടെ ആഴ്ചകൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വയറിൻ്റെ അകത്തുനിന്ന് തന്നെ 3D അല്ലെങ്കിൽ 4D ഇതേ ഈ കാണുന്ന ടൈപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും കേട്ടോ കുട്ടിയുടെ. എന്താല്ലേ ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ച. കിട്ടി. ഓ, ഇത് കയ്യിൽ വല്ല ആറ്റം ബോംബ് വയ്ക്കുന്ന പോലെ ഉണ്ട്. വിഷ്ണു തുറന്നു നോക്കുന്നു ഒന്ന്, നമുക്കറിഞ്ഞിട്ട് നമുക്കെല്ലാവരെയും അറിയിക്കാം. പക്ഷെ കൊതിയൊന്നും തുറക്കാൻ എൻ്റെ ഐഡിയയിൽ പോയി. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. കാരണം എനിക്ക് അപ്പം ഇങ്ങനെ പെട്ടെന്ന് മിഡ് വൈഫ് പറഞ്ഞ് ജെൻഡർ അറിയണ്ട, പകരം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഇങ്ങനെ അറിയുമ്പോൾ വേറൊരു ഫീൽ ആയിരിക്കുമല്ലോ. അങ്ങനെ ആണ് നമ്മൾ ആ ഒരു തീരുമാനം എടുത്തത് അല്ലേ? വിഷ്ണുവിനെ എനിക്ക് ആ തീരുമാനത്തിലോട്ട് എത്തിക്കാൻ കുറച്ച് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. വിഷ്ണുവിന് അപ്പം ജെൻഡർ അറിയണമായിരുന്നു, നമുക്ക് എല്ലാവർക്കും ആ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ 2 പേരും കൂടെ ടപ്പ് എന്ന് അറിയുന്നതിനൊക്കെ രസം നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ആ കളറൊക്കെ കണ്ടറിഞ്ഞ് ഫീൽ ചെയ്ത് അറിയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്തിയത്. അപ്പോൾ എങ്ങനെ നമ്മൾ അറിയാതെ നമ്മളിതൊരു പരിപാടി വെക്കുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒന്നെങ്കിൽ ദീപ ചേച്ചി അല്ലെങ്കിൽ അമ്മു ചേച്ചി അല്ലെങ്കിൽ അച്ചേച്ചി ഇവരുടെ ആരുടെങ്കിലും കയ്യിൽ നമ്മൾ ഈ എൻവലപ്പ് കൊണ്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. എനിക്ക് പിന്നെ എൻവലപ്പ് ഇങ്ങനെ കൊടുക്കും കിട്ടും അറിയും എന്നൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഫീല് അത് ദീപ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. വിഷ്ണുവിനും സെയിം ഫീല് വന്നല്ലേ?
അങ്ങനെ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചു നമ്മുടെ കുട്ടിയുടെ ജെൻഡർ മിഡ് വൈഫ് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആദ്യം അറിയാൻ വേണ്ടി പോകുന്നത് ദീപ ചേച്ചി ആവട്ടെ. എന്താ ഇന്നലെ ദീപ ചേച്ചി വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ, കാരണം നിങ്ങൾ എന്തായാലും ഇന്നലെ അറിയില്ല, ദീപ ചേച്ചിക്കാണ് മാറ്റം, ദീപ ചേച്ചി വെയിറ്റ് ചെയ്യായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ദീപ ചേച്ചി വീട്ടിലുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 25 മിനിറ്റ് ഉണ്ട് സൗദിലോട്ട്, ആംസ്റ്റർഡാം സൗദിലോട്ട്. അപ്പോൾ അവിടെയാണ് ദീപ ചേച്ചിയുടെ വീട്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് എൻവരത്ത് കൊടുക്കാം. കയ്യിലൊരു ആറ്റം ബോംബ് വെച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ ഉണ്ട്. ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിട്ടുണ്ട്, എനിക്കറിയാം. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ ലൈഫിൽ ഇനി നടക്കുമെന്ന് അറിയാൻ പോലും ചെയ്യാത്ത മൊമെന്റ്സ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ലൈറ്റാക്കി വെച്ച് സട്ടിലാക്കി വെച്ച് എനിക്ക് അങ്ങനെ കില്ല് ചെയ്യേണ്ട അതിന്. ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള പല പേരൻറ്റിങ്ങും കാണുമ്പോൾ ഒരു ഗേൾ പേരൻ്റ് ആവുക എന്നുള്ളതും ഒരു ബോയ് പേരൻ്റ് ആവുക എന്നുള്ളതും ഭയങ്കര ഡിഫറൻസ് ഉള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും അവരുടെ ഇമോഷൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതും ഒക്കെ അത്യാവശ്യം വ്യത്യാസം എനിക്ക് തോന്നാറുണ്ട്. രണ്ട് പേരൻറ്റിങ്ങും എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഞാനിങ്ങനെ ഇപ്പോൾ വന്ന ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാറും രണ്ടുപേരെയും ഡീൽ ചെയ്യുന്നത് രണ്ട് രീതിയിൽ തന്നെയാണ് എന്നാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിലും രണ്ട് പേരൻറ്റിങ്ങും എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യമുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇപ്പോൾ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ചെറിയ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ പുതിയ കാര്യമായത് കാരണം നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ തന്നെ നല്ലോണം എഡ്യൂക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ട്രീറ്റിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. ആദ്യമായിട്ട് മിഡ് വൈഫ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ ജെൻഡർ അറിയാൻ പോണത് ദീപചേച്ചിയാണ്. താങ്ക് യു. കൊടുക്കട്ടെ? കൊടുത്തോളൂ. എനിക്ക് കയ്യൊക്കെ തന്നിട്ട് നോക്കി. അത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയ ഒരു നിങ്ങൾ ഇത് എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഞാൻ പുറത്തു പോയിട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിയാ. അല്ല വേണ്ട, ദീപച്ചിക്ക് തോന്നുന്നത് പോലെ ചെയ്താൽ മതി. നോക്കിക്കോ, അതായിരിക്കല്ലോ. കണ്ടോ കണ്ടോ കണ്ടോ? കൂടുതൽ വർത്താനം പറയാതെ 2 ദോശയും കഴിച്ച് നമ്മളോട് പെട്ടെന്ന് പോകാൻ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ദീപ ചേച്ചിയുടെ എക്സ്പ്രഷൻസിന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന ദീപ ചേച്ചിക്ക് തന്നെ ഒരു തോന്നൽ. ഭയങ്കര ആൺകുട്ടി തോന്നലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ഭയങ്കര പെൺകുട്ടി കുത്തൽ ഇങ്ങനെ വരുന്ന ഉള്ളുന്ന പെൺകുട്ടിയാണെന്ന് ഇങ്ങനെ ആരോ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് പറയില്ലേ, അങ്ങനത്തെ ഒരു തോന്നല്. വിഷ്ണുവിന് സംശയമില്ല, ഇനി എങ്ങാനും പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ ബോധം പോയിരിക്കും. നേരെ എന്റെ ഗസ്സോ എനിക്ക് അത്യാവശ്യം തോന്നില്ലല്ലോ. എനിക്ക് ആൺകുട്ടിയെ തോന്നുന്നു. ശിവന് എന്താ തോന്നണ കണ്ണമ്മ? പെൺകുട്ടികളെ ഫ്രണ്ട്സ് ആക്കൂല. ഉദ്ദേശിച്ചത് അവർക്ക് അങ്ങനെ കളിക്കാൻ മനസ്സിലായി. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങായി. ഇനി നേരെ വീട്ടിലോട്ട്. വിഷ്ണുവിന് മീറ്റിംഗ് ഉണ്ട്, എനിക്ക് 1-2 പരിപാടിയുണ്ട്. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എന്തറിയാം, സൺഡേ അറിയാം. അപ്പോൾ ഭയങ്കര വിലയിപ്പോയി. ടാറ്റാ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എന്തിനാണല്ലോ വെറുതെ. ടാറ്റാ.